ഗാന്ധിജിയുടെ ജനനം എന്നാണ്? 1869 ഒക്ടോബർ 2-നാണ് ഗാന്ധിജി ജനിച്ചത്. 1869 ഒക്ടോബർ 2-നാണ് ഗാന്ധിജി ജനിച്ചത്. ഗാന്ധിജി എത്ര വട്ടമേശ സമ്മേളനങ്ങളിലാണ് പങ്കെടുത്തത്? 1. ഒരു വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി ആകെ പങ്കെടുത്തിട്ടുള്ളത്. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം വൈക്കം സത്യാഗ്രഹ സമയത്ത് നിരീക്ഷകനായി എത്തിയതാരാണ്? വിനോബാ ഭാവെയാണ്. വിനോബാ ഭാവെയാണ് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം വൈക്കം സത്യാഗ്രഹ സമയത്ത് നിരീക്ഷകനായിട്ട് എത്തിയത്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു. എവിടെയും ഇരുട്ടാണ്. ഏതവസരത്തിലാണ് നെഹ്റു ഇപ്രകാരം പറഞ്ഞത്? ഗാന്ധിജി അന്തരിച്ചപ്പോഴാണ്. ഗാന്ധിജി അന്തരിച്ചപ്പോഴാണ് നെഹ്റു നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ് എന്ന് പറഞ്ഞത്. സത്യാഗ്രഹം എന്ന വാക്ക് ആവിഷ്കരിച്ചത് ഗാന്ധിജിയാണ്. സത്യാഗ്രഹം എന്ന വാക്ക് ആവിഷ്കരിച്ചത് മഹാത്മാ ഗാന്ധിജിയാണ്. ഗാന്ധി മൈതാൻ എവിടെയാണ്? പാറ്റ്നയിലാണ്. പാറ്റ്നയിലാണ് ഗാന്ധി മൈതാൻ സ്ഥിതി ചെയ്യുന്നത്. ഗാന്ധിജിയുടെ ആദ്യ ജയിൽവാസം അനുഭവിച്ച സ്ഥലം ജോഹന്നാസ്ബർഗിലാണ്. ജോഹന്നാസ്ബർഗിലാണ് ഗാന്ധിജിയുടെ ആദ്യത്തെ ജയിൽവാസം അനുഭവിച്ച സ്ഥലം. ഗാന്ധിജിയുടെ ഉപദേശമനുസരിച്ച് ഗുരുവായൂർ സത്യാഗ്രഹ കാലത്ത് നിരാഹാരം അവസാനിപ്പിച്ച നേതാവാണ് കെ കേളപ്പൻ. അപ്പോൾ ഗാന്ധിജീൻ്റെ ഉപദേശം അനുസരിച്ചിട്ട് ഗുരുവായൂർ സത്യാഗ്രഹ കാലത്ത് നിരാഹാരം അവസാനിപ്പിച്ച നേതാവാണ് കെ കേളപ്പൻ. ടാഗോറിനെ ഗാന്ധിജി സംബോധന ചെയ്തിരുന്നത് ഗുരുദേവ് എന്നാണ്. രവീന്ദ്രനാഥ ടാഗോറിനെ ഗാന്ധിജി സംബോധന ചെയ്തിരുന്നത് ഗുരുദേവ് എന്നാണ്. ഗുരുദേവ്. ഗാന്ധിജിയെ ആദ്യമായിട്ട് രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചത് സുഭാഷ് ചന്ദ്രബോസാണ്. അപ്പോൾ സുഭാഷ് ചന്ദ്രബോസാണ് ഗാന്ധിജിയെ ആദ്യമായിട്ട് രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചത്. ടാഗോറിനെ ഗ്രേറ്റ് സെന്റിനൽ എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. രവീന്ദ്രനാഥ ടാഗോറിനെ ഗ്രേറ്റ് സെന്റിനൽ എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. അസ്പൃശ്യത നിലനിന്നാൽ ഹിന്ദുമതം മരിക്കും എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. അസ്പൃശ്യത നിലനിന്നാൽ ഹിന്ദുമതം മരിക്കും എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. ഗാന്ധിജിയുടെ ദണ്ഡി മാർച്ച് നടന്ന കാലം 1930 മാർച്ച് 12 മുതൽ ഏപ്രിൽ 6 വരെയാണ്. 1930 മാർച്ച് 12 മുതൽ ഏപ്രിൽ 6 വരെയാണ് ഗാന്ധിജിയുടെ ദണ്ഡി മാർച്ച് നടന്ന കാലം. ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം നടന്ന വർഷം 1907 ആണ്. 1907 ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം നടന്നത്. ഗാന്ധിജിയെ ഏറെ സ്വാധീനിച്ച അൺ ടു ദിസ് ലാസ്റ്റ് രചിച്ചത് ജോൺ റസ്കിനാണ്. ഗാന്ധിജിയെ ഏറെ സ്വാധീനിച്ച അൺ ടു ദിസ് ലാസ്റ്റ് രചിച്ചത് ജോൺ റസ്കിനാണ്. ജോൺ റസ്കിൻ. ഗാന്ധിജി എത്ര പ്രാവശ്യം കേരളം സന്ദർശിച്ചിട്ടുണ്ട്? 5 തവണയാണ്. 5 തവണയാണ് ഗാന്ധിജി കേരളം സന്ദർശിച്ചിട്ടുള്ളത്. ആരോടൊപ്പം ചേർന്നാണ് ഗാന്ധിജി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്? മുഹമ്മദ് അലിയുടെയും ഷൗക്കത്ത് അലിൻ്റെയും കൂടെയാണ്. അപ്പോൾ ആരോടൊപ്പം ചേർന്നാണ് ഗാന്ധിജി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് എന്ന് ചോദിച്ചാൽ മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി എന്നിവരുടെ കൂടെ നിന്നാണ്. ഗാന്ധിജിയുടെ ഭാര്യയാണ് കസ്തൂർബ ഗാന്ധി. ഗാന്ധിജിയുടെ ഭാര്യയുടെ പേര് കസ്തൂർബ ഗാന്ധി. 1934 ഏത് സ്ഥലത്ത് വെച്ചാണ് കൗമുദി എന്ന പെൺകുട്ടി തൻ്റെ ആഭരണങ്ങൾ ഗാന്ധിജിക്ക് നൽകിയത്? വടകരയിൽ വെച്ചാണ്. വടകരയിൽ വെച്ചാണ് 1934 കൗമുദി എന്ന പെൺകുട്ടി തൻ്റെ ആഭരണങ്ങൾ ഗാന്ധിജിക്ക് നൽകിയത്. ഗാന്ധിജിയെ മഹാത്മാ എന്ന് ആദ്യമായി സംബോധന ചെയ്തത് ടാഗോറാണ്. അപ്പോൾ രവീന്ദ്രനാഥ ടാഗോറാണ് ഗാന്ധിജിയെ ആദ്യമായിട്ട് മഹാത്മാ എന്ന് സംബോധന ചെയ്തത്. ഗാന്ധിജിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആരാണ്? മഹാദേവ് ദേശായി. മഹാദേവ് ദേശായിയാണ് ഗാന്ധിജിയുടെ പ്രൈവറ്റ് സെക്രട്ടറി. ഗാന്ധിജിയെ എത്ര പ്രാവശ്യം സമാധാന നോബലിന് നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ട്? 5 തവണ. അപ്പോൾ 5 തവണ സമാധാന നോബലിന് ഗാന്ധിജിയെ നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ട്. ഗാന്ധിജിയുടെ ഘാതകൻ ആരാണ്? നാഥുറാം വിനായക് ഗോഡ്സെ.
നാഥുറാം വിനായക് ഗോഡ്സെയാണ് ഗാന്ധിജിയുടെ ഘാതകൻ. ആധുനിക കാലത്തെ അത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ്. ക്ഷേത്രപ്രവേശന വിളംബരത്തിനെയാണ് ഗാന്ധിജി ആധുനിക കാലത്തെ അത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത്. ഗാന്ധിജിയും ഗോഡ്സെയും എന്ന കവിത രചിച്ചത് NV കൃഷ്ണവാര്യരാണ്. ഗാന്ധിജിയും ഗോഡ്സെയും എന്ന കവിത രചിച്ചത് NV കൃഷ്ണവാര്യരാണ്. ഏത് വർഷമാണ് ഗാന്ധിജി രക്ഷാധികാരിയായിട്ട് അഖിലേന്ത്യാ ഗ്രാമീണ വ്യവസായ സംഘടന ആരംഭിച്ചത്? 1934 അപ്പോൾ 1934 ഗാന്ധിജി രക്ഷാധികാരിയായി അഖിലേന്ത്യാ ഗ്രാമീണ വ്യവസായ സംഘടന സ്ഥാപിച്ചത് അല്ലെങ്കിൽ ആരംഭിച്ചത്. നിയമ പഠനത്തിന് ശേഷം ഗാന്ധിജി ഇന്ത്യയിൽ പ്രാക്ടീസ് നടത്തിയ സ്ഥലങ്ങളാണ് ബോംബെയും രാജ്കോട്ടും. അപ്പോൾ ബോംബെയിലും രാജ്കോട്ടിലുമാണ് നിയമപഠനത്തിന് ശേഷം ഗാന്ധിജി ഇന്ത്യയിൽ വന്ന് പ്രാക്ടീസ് ചെയ്ത സ്ഥലങ്ങൾ. നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവമാണ് 1922 ചൗരി ചൗര സംഭവം. 1922 ചൗരി ചൗര സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചത്. ഏതു സ്ഥാപനത്തിൽ നിന്നാണ് ഗാന്ധിജി നിയമബിരുദം നേടിയത്? ലണ്ടനിലെ ഇന്നർ ടെമ്പിളിൽ നിന്നാണ് ഗാന്ധിജി നിയമബിരുദം നേടിയത്. ലണ്ടനിലെ ഇന്നർ ടെമ്പിൾ. തിരുവിതാംകൂറിന് ലഭിച്ച ഗാന്ധിജിയുടെ ചിതാഭസ്മത്തിൻ്റെ ഭാഗം സമുദ്രത്തിൽ നിമജ്ജനം ചെയ്യുന്നതിന് മുൻപ് സൂക്ഷിച്ചിരുന്ന സ്ഥലം എവിടെയാണ്? കന്യാകുമാരിയാണ്. അപ്പോൾ തിരുവിതാംകൂറിന് ലഭിച്ച ഗാന്ധിജിയുടെ ചിതാഭസ്മത്തിൻ്റെ ഭാഗം സമുദ്രത്തിൽ നിമജ്ജനം ചെയ്യുന്നതിന് മുൻപ് സൂക്ഷിച്ചിരുന്ന സ്ഥലം കന്യാകുമാരിയാണ്. 1940 ഗാന്ധിജി ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിൽ വിനോബ ഭാവെയ്ക്ക് ശേഷം അടുത്ത സത്യാഗ്രഹിയായി അറസ്റ്റ് വരിച്ച് ജയിലിലായത് ജവഹർലാൽ നെഹ്റുവാണ്. 1940 ഗാന്ധിജി ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിൽ വിനോബ ഭാവെയ്ക്ക് ശേഷം അടുത്ത സത്യാഗ്രഹിയായിട്ട് അറസ്റ്റ് വരിച്ച് ജയിലിലായത് ജവഹർലാൽ നെഹ്റുവാണ്. ഗാന്ധിജി ദണ്ഡിയാത്ര ആരംഭിച്ച സ്ഥലം അഹമ്മദാബാദാണ്. അപ്പോൾ അഹമ്മദാബാദിൽ നിന്നാണ് ഗാന്ധിജി ദണ്ഡിയാത്ര ആരംഭിച്ചത്. 1939 കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഗാന്ധിജി പിന്തുണച്ച സ്ഥാനാർത്ഥിയാണ് പട്ടാഭി സീതാരാമയ്യ. പട്ടാഭി സീതാരാമയ്യനെയാണ് 1939 കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഗാന്ധിജി പിന്തുണച്ചത്. ഗാന്ധിജിക്ക് സിവിൽ നിയമലംഘനം എന്ന ആശയം ആരിൽ നിന്നാണ് ലഭിച്ചത്? ഹെൻറി ഡേവിഡ് തോറോയിൽ നിന്നാണ് ഗാന്ധിജി സിവിൽ നിയമലംഘനം എന്ന ആശയം ലഭിച്ചത്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ഗാന്ധിജി പറഞ്ഞ അവസരം ക്വിറ്റ് ഇന്ത്യ സമരമാണ്. ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ അവസരത്തിലാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ഗാന്ധിജി പറഞ്ഞത്. ഗാന്ധിജിയുടെ പത്രാധിപത്യത്തിൽ യങ് ഇന്ത്യയുടെ ആദ്യ ലക്കം ഇറങ്ങിയത് 1919 അപ്പോൾ 1919 ഗാന്ധിജിയുടെ പത്രാധിപത്യത്തിൽ യങ് ഇന്ത്യൻ്റെ ആദ്യ ലക്കം ഇറങ്ങിയത്. ഗാന്ധിജിയുടെ വധത്തോടെ നിരോധിക്കപ്പെട്ട സംഘടനയാണ് RSS. ഗാന്ധിജിയുടെ വധത്തോടെ നിരോധിക്കപ്പെട്ട സംഘടനയാണ് RSS. ഗാന്ധിജി ജവഹർലാൽ നെഹ്റുവിനെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ച വർഷം 1942. അപ്പോൾ 1942 ഗാന്ധിജി ജവഹർലാൽ നെഹ്റുവിനെ രാഷ്ട്രീയ പിൻഗാമിയായിട്ട് പ്രഖ്യാപിച്ചത്. ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി എന്നറിയപ്പെടുന്നത് ആചാര്യ വിനോബ ഭാവെയാണ്. ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി എന്നറിയപ്പെട്ടത് ആചാര്യ വിനോബ ഭാവെയാണ്. ഗാന്ധിജിയുടെ പിതാവ് വഹിച്ചിരുന്ന ഔദ്യോഗിക പദവി പോർബന്തറിലെ ദിവാൻ എന്ന പദവിയായിരുന്നു. ഗാന്ധിജിയുടെ പിതാവ് വഹിച്ചിരുന്ന ഔദ്യോഗിക പദവി പോർബന്തറിലെ ദിവാൻ എന്ന പദവിയായിരുന്നു. ഗാന്ധിജിയുടെ പ്രവർത്തന മേഖലയായിരുന്ന ദക്ഷിണാഫ്രിക്കൻ പ്രവിശ്യയാണ് നാറ്റാൽ. അപ്പോൾ ഗാന്ധിജിയുടെ പ്രവർത്തന മേഖലയായിരുന്ന ദക്ഷിണാഫ്രിക്കൻ പ്രവിശ്യയാണ് നാറ്റാൽ. ഗാന്ധിജിയുടെ ക്ഷണപ്രകാരം 1912 ദക്ഷിണാഫ്രിക്ക സന്ദർശിച്ച നേതാവാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. ഗാന്ധിജിയുടെ ക്ഷണപ്രകാരം 1912 ദക്ഷിണാഫ്രിക്ക സന്ദർശിച്ച നേതാവാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. ഏറ്റവും ഒടുവിൽ ഗാന്ധിജിയെ സന്ദർശിച്ച പ്രമുഖ നേതാവാണ് സർദാർ പട്ടേൽ. അപ്പോൾ സർദാർ വല്ലഭായ് പട്ടേലാണ് ഏറ്റവും ഒടുവിൽ ഗാന്ധിജിയെ സന്ദർശിച്ച പ്രമുഖ നേതാവ്. ഗാന്ധിജി നേറ്റാൽ ഇന്ത്യൻ കോൺഗ്രസ് സ്ഥാപിച്ച വർഷം 1894.
1894 ഗാന്ധിജി നാറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ് സ്ഥാപിച്ചത്. വല്ലഭായ് പട്ടേലിന് സർദാർ പദവി നൽകിയത് ഗാന്ധിജിയാണ്. അപ്പോൾ വല്ലഭായ് പട്ടേലിന് സർദാർ പദവി നൽകിയത് ഗാന്ധിജിയാണ്. ഗാന്ധിജി 1910 ട്രാൻസ്വാളിനടുത്ത് സ്ഥാപിച്ച ആശ്രമമാണ് ടോൾസ്റ്റോയ് ഫാം. അപ്പോൾ ഗാന്ധിജി 1910 ട്രാൻസ്വാളിനടുത്ത് സ്ഥാപിച്ച ആശ്രമമാണ് ടോൾസ്റ്റോയ് ഫാം. ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ കണ്ട വർഷം 1925 1925 ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ കണ്ടത്. ഗാന്ധിജി കോൺഗ്രസിൽ നിന്നും രാജിവെക്കാനുള്ള തീരുമാനം പ്രഖ്യാപിച്ച വർഷം 1934 1934 ഗാന്ധിജി കോൺഗ്രസിൽ നിന്നും രാജിവെക്കാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചത്. ഗാന്ധിജിയെ നെഹ്റു ആദ്യമായി കണ്ട കോൺഗ്രസ് സമ്മേളനം 1916 ലക്നൗ സമ്മേളനമാണ്. 1916 ലക്നൗ സമ്മേളനത്തിൽ വെച്ചാണ് ഗാന്ധിജിയെ നെഹ്റു ആദ്യമായിട്ട് കണ്ടത്. ഗാന്ധി ഇർവിൻ ഉടമ്പടി ഒപ്പുവെച്ചത് 1931 ഗാന്ധി ഇർവിൻ ഉടമ്പടി ഒപ്പുവെച്ചത് 1931 ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റായ വർഷം 1924 ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റായ വർഷം 1924 ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രമാണ് ഇന്ത്യൻ ഒപ്പീനിയൻ. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രമാണ് ഇന്ത്യൻ ഒപ്പീനിയൻ. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ഇന്ത്യൻ ഒപ്പീനിയൻ ആരംഭിച്ചത് 1903 1903 ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ഇന്ത്യൻ ഒപ്പീനിയൻ ആരംഭിച്ചത്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ദർബണിനടുത്ത് ഫീനിക്സ് സെറ്റിൽമെൻറ്റ് സ്ഥാപിച്ച വർഷം 1904 ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലെ ദർബണിനടുത്ത് ഫീനിക്സ് സെറ്റിൽമെൻറ്റ് സ്ഥാപിച്ച വർഷം 1904 ഗാന്ധിജി പ്രവാസം കഴിഞ്ഞ് ഇന്ത്യയിൽ തിരിച്ചെത്തിയ വർഷം അന്തരിച്ച നേതാവാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. ഗാന്ധിജി പ്രവാസം കഴിഞ്ഞ് ഇന്ത്യയിൽ തിരിച്ചെത്തിയ വർഷം അന്തരിച്ച നേതാവാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. ഗാന്ധിജി പഠിക്കാൻ ഇംഗ്ലണ്ടിൽ പോയ വർഷം 1888 1888 ഗാന്ധിജി പഠിക്കാനായിട്ട് ഇംഗ്ലണ്ടിൽ പോയത്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്ര ദിവസം തടവറവാസം അനുഭവിച്ചിട്ടുണ്ട്? 249 ദിവസം. 249 ദിവസം ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. ഗാന്ധിജി പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ സ്ഥലം രാജ്കോട്ടാണ്. ഗാന്ധിജി പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ സ്ഥലം രാജ്കോട്ട് ആണ്. ഹിന്ദ് സ്വരാജ് രചിച്ചത് ഗാന്ധിജിയാണ്. ഹിന്ദ് സ്വരാജ് രചിച്ചത് ഗാന്ധിജിയാണ്. ഗാന്ധിജി ബ്രഹ്മചര്യം ജീവിതചര്യയായിട്ട് സ്വീകരിക്കാൻ തീരുമാനിച്ച വർഷം 1906 ഗാന്ധിജി ബ്രഹ്മചര്യം ജീവിതചര്യയായിട്ട് സ്വീകരിക്കാൻ തീരുമാനിച്ച വർഷം 1906 ഗാന്ധി ജീവിതവും ചിന്തയും ആരുടെ കൃതിയാണ്? JB കൃപലാനി. JB കൃപലാനിയുടെ കൃതിയാണ് ഗാന്ധി ജീവിതവും ചിന്തയും. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആയിരുന്ന കാലത്ത് പൊട്ടിപ്പുറപ്പെട്ട യുദ്ധമാണ് ബോവർ യുദ്ധം. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആയിരുന്ന കാലത്ത് പൊട്ടിപ്പുറപ്പെട്ട യുദ്ധമാണ് ബോവർ യുദ്ധം. ബോവർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരെ സഹായിക്കാൻ ഗാന്ധിജി ആരംഭിച്ച പ്രസ്ഥാനമാണ് 1899 ഇന്ത്യൻ ആംബുലൻസ് കോർപ്സ്. ബോവർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരെ സഹായിക്കാൻ ഗാന്ധിജി ആരംഭിച്ച പ്രസ്ഥാനമാണ് ഇന്ത്യൻ ആംബുലൻസ് കോർപ്സ്. മരണസമയത്ത് ഗാന്ധിജിയുടെ ഒപ്പം ഉണ്ടായിരുന്ന ശിഷ്യനാണ് മനുവും ആഭയും. മനു, ആഭ എന്നീ ശിഷ്യന്മാരാണ് മരണസമയത്ത് ഗാന്ധിജിയുടെ ഒപ്പം ഉണ്ടായിരുന്നത്. ജീവിതത്തിൽ സത്യസന്ധനായിരിക്കണം എന്ന തീരുമാനമെടുക്കാൻ ഗാന്ധിജി തീരുമാനിച്ചത് ഏത് പുരാണ കഥാപാത്രത്തിൻ്റെ സ്വാധീനത്തിലാണ്? ഹരിശ്ചന്ദ്രൻ എന്ന് പറയുന്ന കഥാപാത്രം, പുരാണ കഥാപാത്രത്തിൻ്റെ സ്വാധീനത്തിലാണ് ജീവിതത്തിൽ സത്യസന്ധനായിരിക്കണം എന്ന തീരുമാനമെടുക്കാൻ ഗാന്ധിജി തീരുമാനിച്ചത്. എത്ര വയസ്സിലാണ് ഗാന്ധിജി ആദ്യമായി ദക്ഷിണാഫ്രിക്കയിൽ പോയത്? 23-ാമത്തെ വയസ്സിൽ. 23-ാമത്തെ വയസ്സിലാണ് ഗാന്ധിജി ആദ്യമായിട്ട് ദക്ഷിണാഫ്രിക്കയിൽ പോയത്. കാലഹരണപ്പെട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്രിപ്സ് മിഷനെയാണ്. അപ്പോൾ ക്രിപ്സ് മിഷനെയാണ് കാലഹരണപ്പെട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. സബർമതിയിലെ സന്യാസി എന്നറിയപ്പെട്ടത് ഗാന്ധിജിയാണ്. ഒരു തീർത്ഥാടനം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച അദ്ദേഹത്തിൻ്റെ അവസാനത്തെ കേരള യാത്ര ഏത് വർഷമാണ്? 1937 1937 ഒരു തീർത്ഥാടനം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച അദ്ദേഹത്തിൻ്റെ അവസാനത്തെ കേരള യാത്ര നടന്നത്.
അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് ഗാന്ധിജിയെ വിളിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് വിൻസ്റ്റൺ ചർച്ചിൽ. അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് ഗാന്ധിജിയെ വിളിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് വിൻസ്റ്റൺ ചർച്ചിൽ. അയിത്തോച്ചാടനം ലക്ഷ്യമിട്ട് 1932 ഗാന്ധിജി രൂപവൽക്കരിച്ച സംഘടനയാണ് അഖിലേന്ത്യാ ഹരിജൻ സമാജം. അയിത്തോച്ചാടനം ലക്ഷ്യമിട്ട് 1932 ഗാന്ധിജി രൂപവൽക്കരിച്ച സംഘടനയാണ് അഖിലേന്ത്യാ ഹരിജൻ സമാജം. അഖിലേന്ത്യാ ഹരിജൻ സമാജം. അപ്പോൾ അയിത്തോച്ചാടനം ലക്ഷ്യമിട്ട് 1932 ഗാന്ധിജി രൂപവൽക്കരിച്ച സംഘടനയാണ് അഖിലേന്ത്യാ ഹരിജൻ സമാജം. കേരള സന്ദർശനത്തിനിടെ ഗാന്ധിജി പുലയരാജ എന്ന് വിശേഷിപ്പിച്ചത് അയ്യങ്കാളിയെയാണ്. അപ്പം അയ്യങ്കാളിയെയാണ് കേരള സന്ദർശനത്തിനിടെ ഗാന്ധിജി പുലയരാജ എന്ന് വിശേഷിപ്പിച്ചത്. ഗാന്ധിജി ആകെ എത്ര ഉപവാസങ്ങൾ അനുഷ്ഠിച്ചിട്ടുണ്ട്? 30 ഉപവാസങ്ങളാണ് ഗാന്ധിജി അനുഷ്ഠിച്ചിട്ടുള്ളത്. ഗാന്ധിജിയുടെ ഇഷ്ട പ്രാർത്ഥനാ ഗീതമായ വൈഷ്ണവ ജനതോ രചിച്ച ഗുജറാത്തി കവിയാണ് നരസിംഹ മേത്ത. ഗാന്ധിജിയുടെ ഇഷ്ട പ്രാർത്ഥനാ ഗീതമായ വൈഷ്ണവ ജനതോ രചിച്ച ഗുജറാത്തി കവിയാണ് നരസിംഹ മേത്ത. ഇംഗ്ലണ്ടിൽ നിന്നും ഗാന്ധിജി നേടിയ ബിരുദമാണ് ബാരിസ്റ്റർ അറ്റ് ലോ. ഇംഗ്ലണ്ടിൽ നിന്ന് ഗാന്ധിജി നേടിയ ബിരുദമാണ് ബാരിസ്റ്റർ അറ്റ് ലോ. ബോവർ യുദ്ധത്തിൽ ഗാന്ധിജി ബ്രിട്ടീഷുകാർക്ക് നൽകിയ സേവനങ്ങളെ മാനിച്ച് നൽകപ്പെട്ട ബഹുമതിയാണ് കൈസർ ഇ ഹിന്ദ്. ബോവർ യുദ്ധത്തിൽ ഗാന്ധിജി ബ്രിട്ടീഷുകാർക്ക് നൽകിയ സേവനങ്ങളെ മാനിച്ച് നൽകപ്പെട്ട ബഹുമതിയാണ് കൈസർ ഇ ഹിന്ദ്. സത്യാഗ്രഹം ബലവാന്മാരുടെ ഉപകരണമാണ് എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. സത്യാഗ്രഹം ബലവാന്മാരുടെ ഉപകരണമാണ് എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസിനെയാണ്. രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസിനെയാണ്. ഏത് നേതാവിൻ്റെ മരണശേഷമാണ് ഗാന്ധിജി ദേശീയ പ്രസ്ഥാനത്തിൻ്റെ അനിഷേധ്യ നേതാവായിട്ട് ഉയർന്നത്? ബാലഗംഗാധര തിലകൻ്റെ മരണത്തിന് ശേഷമാണ്. ഏതു നേതാവിൻ്റെ മരണശേഷമാണ് ഗാന്ധിജി ദേശീയ പ്രസ്ഥാനത്തിൻ്റെ അനിഷേധ്യ നേതാവായിട്ട് ഉയർന്നത്? ബാലഗംഗാധര തിലകൻ്റെ മരണത്തിന് ശേഷമാണ്. ഗാന്ധിജി അഹമ്മദാബാദിനടുത്ത് കോച്ച്റാബ് എന്ന സ്ഥലത്ത് സത്യാഗ്രഹം സ്ഥാപിച്ചത് 1915 ഗാന്ധിജി അഹമ്മദാബാദിനടുത്ത് കോച്ച്റാബ് എന്ന സ്ഥലത്ത് സത്യാഗ്രഹം സ്ഥാപിച്ചത് 1915 ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ് നയി താലീം. ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ് നയി താലീം. ഗാന്ധിജി വാർധയിൽ സേവാഗ്രാമം ആശ്രമം സ്ഥാപിച്ച വർഷം 1936 ഗാന്ധിജി വാർധയിൽ സേവാഗ്രാം ആശ്രമം സ്ഥാപിച്ച വർഷം 1936 ഗാന്ധിജി വിവാഹം ചെയ്ത വർഷം 1881. 1881 ഗാന്ധിജി വിവാഹം കഴിച്ചത്. ഗാന്ധിജി അഹമ്മദാബാദിൽ ടെക്സ്റ്റൈൽ യൂണിയൻ സ്ഥാപിച്ച വർഷം 1917 1917 ഗാന്ധിജി അഹമ്മദാബാദിൽ ടെക്സ്റ്റൈൽ യൂണിയൻ സ്ഥാപിച്ചത്. ഗാന്ധിജി ആശ്രമം സ്ഥാപിച്ച വർഷം 1917. ഗാന്ധിജി ആശ്രമം സ്ഥാപിച്ച വർഷം 1917 ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതി അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനമാണ് ഹരിപുര സമ്മേളനം. വർഷം 1938. ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതി അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനമാണ് ഹരിപുര സമ്മേളനം. വർഷം 1938. ഗാന്ധിജിയുടെ അവസാനത്തെ ജയിൽവാസം പൂനെയിലെ ആഗാ ഖാൻ കൊട്ടാരത്തിലായിരുന്നു. ഗാന്ധിജിയുടെ അവസാനത്തെ ജയിൽവാസം പൂനെയിലെ ആഗാ ഖാൻ കൊട്ടാരത്തിലായിരുന്നു. ഗാന്ധിജിയുടെ അവസാനത്തെ വാക്കുകളാണ് ഹേ റാം. ഗാന്ധിജിയുടെ അവസാനത്തെ വാക്കുകൾ ഹേ റാം. ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിൽ പരിഭാഷപ്പെടുത്തിയത് മഹാദേവ് ദേശായിയും പ്യാരിലാലുമാണ്. പ്യാരിലാലും മഹാദേവ് ദേശായിയുമാണ് ഗാന്ധിജിൻ്റെ ആത്മകഥ ഇംഗ്ലീഷിൽ പരിഭാഷപ്പെടുത്തിയത്. ഗാന്ധിജിയുടെ അവസാനത്തെ സത്യാഗ്രഹം 1948 ജനുവരി 13 മുതൽ 18 വരെയായിരുന്നു. ഗാന്ധിജിയുടെ അവസാനത്തെ സത്യാഗ്രഹം 1948 ജനുവരി 13 മുതൽ ജനുവരി 18 വരെയായിരുന്നു. ഗാന്ധിജിയുടെ അധ്യക്ഷതയിൽ ഓൾ ഇന്ത്യ ഖിലാഫത്ത് കോൺഫറൻസ് നടന്ന സ്ഥലം ഡൽഹിയാണ്. അപ്പോൾ ഡൽഹിയിൽ വെച്ചിട്ടാണ് ഗാന്ധിജിൻ്റെ അധ്യക്ഷതയിൽ ഓൾ ഇന്ത്യ ഖിലാഫത്ത് കോൺഫറൻസ് നടന്നത്. ഗാന്ധിജിയുടെ മക്കളാണ് ഹരിലാൽ, മണിലാൽ, രാംദാസ്, ദേവദാസ്. ഹരിലാൽ, മണിലാൽ, രാംദാസ്, ദേവദാസ് ഇവരാണ് ഗാന്ധിജിയുടെ മക്കൾ. ഗാന്ധിജിയുടെ മാതാപിതാക്കളാണ് കരംചന്ദ് ഗാന്ധിയും പുത്ലിബായിയും. കരംചന്ദ് ഗാന്ധി, പുത്ലിബായി ഇവരാണ് ഗാന്ധിജിയുടെ മാതാപിതാക്കൾ. ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള മലയാളിയാണ് GP പിള്ള. ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള മലയാളിയാണ് GP പിള്ള. ഗാന്ധിജിയുടെ ആത്മകഥയാണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളാണ് ഗാന്ധിജിയുടെ ആത്മകഥ.
ഉപ്പ് സത്യാഗ്രഹത്തിൽ ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തപ്പോൾ അടയ്ക്കപ്പെട്ട ജയിലാണ് യർവാദ ജയിൽ. അപ്പോൾ യർവാദ ജയിലിലാണ് ഉപ്പ് സത്യാഗ്രഹത്തിൽ ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തപ്പം അടയ്ക്കപ്പെട്ട ജയിൽ. ഉപ്പ് സത്യാഗ്രഹത്തിൽ ഗാന്ധിക്കൊപ്പം പങ്കെടുത്ത സന്നദ്ധ ഭടന്മാരുടെ എണ്ണം 78 ആണ്. അപ്പോൾ 78 പേരാണ് ഉപ്പ് സത്യാഗ്രഹത്തിൽ ഗാന്ധിക്കൊപ്പം പങ്കെടുത്തത്. ഗാന്ധിജി ആദ്യമായി കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത വർഷം 1901 ആണ്. 1901 ഗാന്ധിജി ആദ്യമായിട്ട് കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്തത്. ഏത് സംഭവത്തിൽ പ്രതിഷേധിക്കാനാണ് ഗാന്ധിജി കൈസർ ഇ ഹിന്ദ് തിരിച്ചു നൽകിയത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് എതിരെ പ്രതിഷേധിക്കാനാണ്. അപ്പോൾ ഏത് സംഭവത്തിൽ പ്രതിഷേധിക്കാനാണ് ഗാന്ധിജി കൈസർ ഇ ഹിന്ദ് തിരിച്ചു നൽകിയത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് എതിരെ പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ടാണ്. ആരുടെ കേസ് വാദിക്കാനാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പോയത്? സേട്ട് അബ്ദുള്ളയുടെ കേസ് വാദിക്കാനാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പോയത്. നാട്ടുകാര്യങ്ങളിൽ അഭിപ്രായം പറയും മുൻപ് ഇന്ത്യ മുഴുവൻ സന്ദർശിക്കാൻ ഗാന്ധിജിയെ ഉപദേശിച്ചതാര്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. നാട്ടുകാര്യങ്ങളിൽ അഭിപ്രായം പറയും മുമ്പ് ഇന്ത്യ മുഴുവൻ സന്ദർശിക്കാൻ ഗാന്ധിയെ ഉപദേശിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഗാന്ധിജി ഇന്ത്യയിൽ നിരാഹാരമനുഷ്ഠിച്ചിരുന്ന ആദ്യ സമരമാണ് അഹമ്മദാബാദ് മിൽ സമരം, വർഷം 1918. അപ്പോൾ 1918 അഹമ്മദാബാദ് മിൽ സമരത്തിലാണ് ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യമായിട്ട് നിരാഹാരമനുഷ്ഠിച്ചിരുന്ന സമരം. ഗാന്ധിജി ഇന്ത്യയിൽ ബഹുജന പ്രക്ഷോഭം ആരംഭിച്ച സ്ഥലം ചമ്പാരനാണ്. ഗാന്ധിജി ഇന്ത്യയിൽ ബഹുജന പ്രക്ഷോഭം ആരംഭിച്ച സ്ഥലം ചമ്പാരനാണ്. ദക്ഷിണാഫ്രിക്കയിൽ പോകാൻ യോഗ്യത നേടിയ ആദ്യത്തെ ഇന്ത്യൻ ബാരിസ്റ്ററാണ് ഗാന്ധിജി. ദക്ഷിണാഫ്രിക്കയിൽ പോകാൻ യോഗ്യത നേടിയ ആദ്യത്തെ ഇന്ത്യൻ ബാരിസ്റ്ററാണ് ഗാന്ധിജി. ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യ സത്യാഗ്രഹം നടത്തിയ വർഷം 1917. അതാണ് ചമ്പാരൻ സത്യാഗ്രഹം. അപ്പോൾ ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യ സത്യാഗ്രഹം നടത്തിയ വർഷം 1917. ആ സത്യാഗ്രഹത്തിൻ്റെ പേര് ചമ്പാരൻ സത്യാഗ്രഹം എന്നാണ്. ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യമായിട്ട് അറസ്റ്റിലായ വർഷം 1917. ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യമായിട്ട് അറസ്റ്റിലായ വർഷം 1917. ഗാന്ധിജി ഇന്ത്യയിൽ എത്ര ദിവസം തടവറവാസം അനുഭവിച്ചിട്ടുണ്ട്? 2089. അപ്പോൾ ഗാന്ധിജി ഇന്ത്യയിൽ 2089 ദിവസം തടവറവാസം അനുഭവിച്ചിട്ടുണ്ട്. ഗാന്ധിജി രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ലണ്ടനിൽ എത്തിയ വർഷം 1931. അപ്പോൾ 1931 ഗാന്ധിജി രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാനായിട്ട് ലണ്ടനിൽ എത്തിയത്. ഗാന്ധിജി ഇടപെട്ട കേരളത്തിലെ ആദ്യ സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം, വർഷം 1924 മുതൽ 25 വരെ. അപ്പോൾ 1924-25 കാലഘട്ടത്തിൽ നടന്ന വൈക്കം സത്യാഗ്രഹത്തിലാണ് ഗാന്ധിജി ഇടപെട്ട കേരളത്തിലെ ആദ്യ സത്യാഗ്രഹം. അപ്പോൾ ഗാന്ധിജി ഇടപെട്ട കേരളത്തിലെ ആദ്യ സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹമാണ്. കാലഘട്ടം 1924 മുതൽ 25 വരെ. ഗംഗയോട് ഗാന്ധിജി താരതമ്യപ്പെടുത്തിയ നേതാവാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. അപ്പം ഗംഗാ നദിയോട് ഗാന്ധിജി താരതമ്യപ്പെടുത്തിയ നേതാവാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. ഗാന്ധിജി ഉപ്പ് നിയമം ലംഘിക്കാൻ തിരഞ്ഞെടുത്ത സ്ഥലമാണ് ദണ്ഡി. ഗാന്ധിജി ഉപ്പ് നിയമം ലംഘിക്കാൻ തിരഞ്ഞെടുത്ത സ്ഥലമാണ് ദണ്ഡി. ഗാന്ധിജി ഉപ്പ് നിയമം ലംഘിച്ചത് 1930 ഏപ്രിൽ 6. ഗാന്ധിജി ഉപ്പ് നിയമം ലംഘിച്ചത് 1930 ഏപ്രിൽ 6. ഗാന്ധിജി ലണ്ടനിൽ നിന്നുള്ള കപ്പൽ യാത്രയ്ക്കിടെ ഹിന്ദ് സ്വരാജ് രചിച്ച വർഷം 1909. ഗാന്ധിജി ലണ്ടനിൽ നിന്നുള്ള കപ്പൽ യാത്രയ്ക്കിടെ ഹിന്ദു സ്വരാജ് രചിച്ച വർഷം 1909. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെട്ടത് മഹാത്മാഗാന്ധിജിയാണ്. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെട്ടത് മഹാത്മാഗാന്ധിജിയാണ്. ഗാന്ധിജി എവിടെ വെച്ചാണ് ആദ്യമായി സത്യാഗ്രഹം അനുഷ്ഠിച്ചത്? ദക്ഷിണാഫ്രിക്കയിൽ വെച്ചിട്ടാണ്. അപ്പോൾ ദക്ഷിണാഫ്രിക്കയിൽ വെച്ചിട്ടാണ് ഗാന്ധിജി ആദ്യമായിട്ട് സത്യാഗ്രഹം അനുഷ്ഠിച്ചത്. ഗാന്ധിജി വധിക്കപ്പെട്ട സ്ഥലം ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് ഗാന്ധിജി വധിക്കപ്പെട്ടത്. രക്തമാംസങ്ങളിൽ ഇങ്ങനെയൊരു മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചിരുന്നുവെന്ന് വരും തലമുറ വിശ്വസിച്ചെന്ന് വരില്ല. ഗാന്ധിജിയെപ്പറ്റി ഇപ്രകാരം പറഞ്ഞത് ഐൻസ്റ്റീനാണ്. അപ്പം രക്തമാംസങ്ങളിൽ ഇങ്ങനെയൊരു മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചിരുന്നുവെന്ന് വരും തലമുറ വിശ്വസിച്ചെന്ന് വരില്ല. ഗാന്ധിയെപ്പറ്റി ഇപ്രകാരം പറഞ്ഞത് ഐൻസ്റ്റീനാണ്. ഗാന്ധി സിനിമയിൽ ഗാന്ധിയുടെ വേഷം ചെയ്തത് ബെൻ കിങ്സ്ലിയാണ്. ബെൻ കിങ്സ്ലിയാണ് ഗാന്ധി സിനിമയിൽ ഗാന്ധിജീൻ്റെ വേഷം ചെയ്തത്. ഗാന്ധി വധക്കേസിൽ വിധി പ്രസ്താവിച്ച ന്യായാധിപനാണ് ആത്മാചരൺ അഗർവാൾ. അഗർവാളാണ് ഗാന്ധി വധക്കേസിൽ വിധി പ്രസ്താവിച്ച ന്യായാധിപൻ. ഗാന്ധിജി ഹരിജൻ ആശ്രമം എവിടെയാണ് സ്ഥാപിച്ചത്? സബർമതിയിലാണ്. അപ്പോൾ സബർമതിയിലാണ് ഗാന്ധിജി ഹരിജൻ ആശ്രമം സ്ഥാപിച്ചത്. ഗാന്ധിജി സിവിൽ ആജ്ഞാ ലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ദണ്ഡിയാത്ര നടത്തിയ വർഷം 1930.
അപ്പോൾ 1930 ഗാന്ധിജി ദണ്ഡി യാത്ര നടത്തിയത്. ഗാന്ധിജി ജനിച്ച സ്ഥലം പോർബന്തറാണ്. പോർബന്തറിലാണ് ഗാന്ധിജി ജനിച്ചത്. ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ഗാന്ധിജി തീവണ്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട സ്റ്റേഷനാണ് പീറ്റർ മാരിസ്ബർഗ്. ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ഗാന്ധിജി തീവണ്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട സ്റ്റേഷനാണ് പീറ്റർ മാരിസ്ബർഗ്. ഗാന്ധിജി ജോഹന്നാസ്ബർഗിൽ ടോൾസ്റ്റോയ് ഫാം സ്ഥാപിച്ച വർഷം 1910. ഗാന്ധിജി ജോഹന്നാസ്ബർഗിൽ ടോൾസ്റ്റോയ് ഫാം സ്ഥാപിച്ച വർഷം 1910. ഗാന്ധിജി കൈസർ ഇ ഹിന്ദ് ബഹുമതിയും ടാഗോർ സാർ പദവിയും ഉപേക്ഷിച്ച വർഷം 1919. 1919 ഗാന്ധിജി കൈസർ ഇ ഹിന്ദ് ബഹുമതി ഉപേക്ഷിക്കുന്നത്. അതുപോലെ ടാഗോർ സാർ പദവി, ടാഗോറിന് കിട്ടിയ സാർ പദവി ഉപേക്ഷിച്ചതും ഗാന്ധിജി തനിക്ക് കിട്ടിയ കൈസർ ഇ ഹിന്ദ് ബഹുമതിയും ഉപേക്ഷിച്ചത് 1919. ഗാന്ധിജി ആദ്യമായി ഭഗവത്ഗീത വായിച്ച വർഷം 1889. ഗാന്ധിജി ആദ്യമായിട്ട് ഭഗവത്ഗീത വായിച്ച വർഷം 1889. ഗാന്ധിജി സ്വാതന്ത്ര്യ ദിനത്തിൽ എവിടെയായിരുന്നു? ബംഗാളിലായിരുന്നു. ഗാന്ധിജി സ്വാതന്ത്ര്യ ദിനത്തിൽ ബംഗാളിലായിരുന്നു. സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധിജി എത്ര ദിവസമാണ് ജീവിച്ചത്? 168 ദിവസം. 168 ദിവസമാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധിജി ജീവിച്ചത്. ഗാന്ധിജി ആദ്യമായി കേരളത്തിലെത്തിയ വർഷം 1920. 1920 ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിൽ എത്തിയത്. ഗാന്ധി വധക്കേസിൽ ഗോഡ്സെക്കൊപ്പം തൂക്കിലേറ്റപ്പെട്ടത് നാരായണ ദത്താത്രേയ ആപ്തെയാണ്. അപ്പോൾ ഗോഡ്സേൻ്റെ കൂടെ ഗാന്ധി വധക്കേസിൽ തൂക്കിലേറ്റിയത് നാരായണ ദത്താത്രേയ ആപ്തെ എന്ന് പറയുന്ന ആളെയാണ്. ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ അടയ്ക്കപ്പെട്ട ജയിലാണ് ആഘാഖാൻ കൊട്ടാരം. ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തപ്പോൾ അടയ്ക്കപ്പെട്ട ജയിലാണ് ആഘാഖാൻ കൊട്ടാരം. ഗാന്ധി വധക്കേസിൽ പ്രതികളെ തൂക്കിലേറ്റിയ ജയിലാണ് അംബാല ജയിൽ. അപ്പോൾ അംബാല ജയിലിൽ വെച്ചിട്ടാണ് ഗാന്ധി വധക്കേസിലെ പ്രതികളെ തൂക്കിലേറ്റിയത്. മഹാത്മാഗാന്ധിയുടെ ആത്മകഥ ഏത് പ്രസിദ്ധീകരണത്തിലാണ് ആദ്യം അച്ചടിച്ചത്? നവജീവനിലാണ്. നവജീവൻ എന്ന് പറയുന്ന പ്രസിദ്ധീകരണത്തിലാണ് മഹാത്മാഗാന്ധിജിയുടെ ആത്മകഥ ആദ്യം അച്ചടിച്ചത്. മഹാത്മാഗാന്ധിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് സി രാജഗോപാലാചാരിയാണ്. മഹാത്മാഗാന്ധിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് സി രാജഗോപാലാചാരിയാണ്. ഗാന്ധിജിയെക്കുറിച്ച് എൻ്റെ ഗുരുനാഥൻ എന്ന കവിത രചിച്ചത് വള്ളത്തോളാണ്. ഗാന്ധിജിയെക്കുറിച്ച് എൻ്റെ ഗുരുനാഥൻ എന്ന കവിത രചിച്ചത് വള്ളത്തോളാണ്. സിവിൽ നിയമലംഘനം ആരംഭിക്കുന്നതിന് മുമ്പ് സമാധാനത്തിൻ്റെ ഒരു മാർഗം തുറന്നു കിട്ടും എന്ന ആഗ്രഹത്തോടെ ഗാന്ധിജി ഏത് വൈസ്രോയിക്കാണ് 11 ആവശ്യങ്ങൾ ഉന്നയിച്ച് കത്തെഴുതിയത്? ഇർവിൻ പ്രഭുവിനാണ്. അപ്പോൾ ഇർവിൻ പ്രഭുവിനാണ് ഗാന്ധിജി കത്തെഴുതിയത്. സിവിൽ നിയമലംഘനം ആരംഭിക്കുന്നതിന് മുമ്പ് സമാധാനത്തിൻ്റെ ഒരു മാർഗം തുറന്നു കിട്ടും എന്ന ആഗ്രഹത്തോടെ ഗാന്ധിജി 11 ആവശ്യങ്ങൾ ഉന്നയിച്ച് കത്തെഴുതിയത് ഇർവിൻ പ്രഭുവിനാണ്. മഹാത്മാഗാന്ധിയുടെ യങ് ഇന്ത്യയുടെ മാതൃകയിൽ ആരംഭിച്ച പത്രമാണ് മാതൃഭൂമി. അപ്പം മാതൃഭൂമി എന്ന് പറയുന്ന പത്രം മഹാത്മാഗാന്ധിജിയുടെ യങ് ഇന്ത്യയുടെ മാതൃകയിലാണ് ആരംഭിച്ചത്. മഹാത്മാഗാന്ധിയുടെ ജീവചരിത്രം ഇന്ത്യയിലെ പ്രാദേശിക ഭാഷകളിൽ ഏതിലാണ് ആദ്യം അച്ചടിക്കപ്പെട്ടത്? മലയാളത്തിലാണ്. മഹാത്മാഗാന്ധിയുടെ ജീവചരിത്രം ഇന്ത്യയിലെ പ്രാദേശിക ഭാഷകളിൽ ആദ്യം അച്ചടിച്ചത് മലയാളത്തിലാണ്. മഹാത്മാഗാന്ധിയെക്കുറിച്ച് മലയാളത്തിൽ ആദ്യമായി ഒരു ഗ്രന്ഥം മോഹൻദാസ് ഗാന്ധി എന്ന് പറയുന്ന ആ ഗ്രന്ഥം സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള രചിച്ച വർഷം 1913. അപ്പം മഹാത്മാഗാന്ധിനെ കുറിച്ച് മലയാളത്തിൽ ആദ്യമായിട്ടൊരു ഗ്രന്ഥം രചിച്ചത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. അതിൻ്റെ പേരാണ് മോഹൻദാസ് ഗാന്ധി. വർഷം 1913. ഭഗത് സിംഗിനെയും കൂട്ടരെയും തൂക്കിലേറ്റരുതെന്ന ഗാന്ധിജിയുടെ അഭ്യർത്ഥന നിരാകരിച്ച വൈസ്രോയിയാണ് ഇർവിൻ പ്രഭു. ഭഗത് സിംഗിനെയും കൂട്ടരെയും തൂക്കിലേറ്റരുതെന്ന ഗാന്ധിജിയുടെ അഭ്യർത്ഥന നിരാകരിച്ച വൈസ്രോയിയാണ് ഇർവിൻ പ്രഭു. ക്വിറ്റ് ഇന്ത്യ എന്ന പ്രയോഗം ഗാന്ധിജിയുടെ പരിഗണനയ്ക്ക് സമർപ്പിച്ചത് യൂസഫ് മെഹ്റലിയാണ്. യൂസഫ് മെഹ്റലിയാണ് ക്വിറ്റ് ഇന്ത്യ എന്ന പ്രയോഗം ഗാന്ധിജിയുടെ പരിഗണനയ്ക്ക് സമർപ്പിച്ചത്. ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജിയുടെ പ്രവാസ ജീവിതത്തിന് തിരശ്ശീല വീണ വർഷം 1914. അപ്പോൾ ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജീൻ്റെ പ്രവാസ ജീവിതത്തിന് തിരശ്ശീല വീണ വർഷം 1914. മഹാത്മാഗാന്ധിയിലൂടെ പ്രചാരണം നേടിയ ദരിദ്രനാരായണൻ എന്ന പ്രയോഗത്തിൻ്റെ ആവിഷ്കർത്താവ് സ്വാമി വിവേകാനന്ദനാണ്. മഹാത്മാഗാന്ധിയിലൂടെ പ്രചാരം നേടിയ ദരിദ്രനാരായണൻ എന്ന പ്രയോഗത്തിൻ്റെ ആവിഷ്കർത്താവ് സ്വാമി വിവേകാനന്ദനാണ്. ഗാന്ധിജി സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ച വൈസ്രോയി ഇർവിൻ പ്രഭുവാണ്. ഗാന്ധിജി സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചപ്പോൾ വൈസ്രോയി ആയിരുന്നത് ഇർവിൻ പ്രഭുവാണ്.
ഗാന്ധിജി നേതൃത്വം നൽകിയ അവസാനത്തെ ജനകീയ സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ഗാന്ധിജി നേതൃത്വം നൽകിയ അവസാനത്തെ ജനകീയ സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചത് ഏത് വൈസ്രോയിയുടെ കാലത്താണ്? റീഡിംഗ് പ്രഭുവിൻ്റെ കാലത്താണ്. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചത് ഏത് വൈസ്രോയിയുടെ കാലത്താണ്? റീഡിംഗ് പ്രഭുവിൻ്റെ കാലത്താണ്. ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജിയുടെ പ്രവാസ ജീവിതത്തിന് തിരശ്ശീലയിട്ട് ഇന്ത്യയിൽ മടങ്ങിയെത്തിയത് 1915 ജനുവരി 9-നാണ്. ഏത് വൈസ്രോയിയുടെ കാലത്താണിത്? ഹാർഡിഞ്ച് പ്രഭുവിൻ്റെ കാലത്താണ്. ഇപ്പോൾ ഹാർഡിഞ്ച് പ്രഭുവിൻ്റെ കാലത്താണ് ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജിയുടെ പ്രവാസ ജീവിതത്തിന് തിരശ്ശീലയിട്ട് ഇന്ത്യയിൽ മടങ്ങിയെത്തിയത്. അത് 1915 ജനുവരി 9-ആണ്. അത് നമ്മൾ പ്രവാസി ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. ഗാന്ധിജി സ്ഥാപിച്ച ഹരിജൻ സേവക് സംഘത്തിൻ്റെ ആദ്യ പ്രസിഡന്റ് GD ബിർളയാണ്. അപ്പോൾ ഗാന്ധിജി സ്ഥാപിച്ച ഹരിജൻ സേവക സംഘത്തിൻ്റെ ആദ്യ പ്രസിഡൻ്റായത് GD ബിർളയാണ്. ഞാൻ മുട്ടുകുത്തി നിന്നുകൊണ്ട് അങ്ങയോട് അപ്പം ചോദിച്ചു, എന്നാൽ കല്ലാണ് അങ്ങ് എറിഞ്ഞു തന്നത്. ഏത് വൈസ്രോയിയെക്കുറിച്ചാണ് ഗാന്ധിജി ഇത് പറഞ്ഞത്? ഇർവിൻ പ്രഭുവിനെ പറ്റിയാണ്. ഞാൻ മുട്ടുകുത്തി നിന്നുകൊണ്ട് അങ്ങയോട് അപ്പം ചോദിച്ചു, എന്നാൽ കല്ലാണ് അങ്ങ് എറിഞ്ഞു തന്നത്. ഏത് വൈസ്രോയിനെ ഉദ്ദേശിച്ചാണ് ഗാന്ധിജി ഇത് പറഞ്ഞത്? ഇർവിൻ പ്രഭുവിനെയാണ്. ഗാന്ധിജിയുടെ ദണ്ഡിയാത്രാ സമയത്ത് ആരായിരുന്നു വൈസ്രോയി? ഇർവിൻ പ്രഭുവായിരുന്നു ഗാന്ധിജിയുടെ ദണ്ഡിയാത്രാ സമയത്ത് വൈസ്രോയി. ഗാന്ധിജിയുടെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിൻ്റെ സിലബസ് തയ്യാറാക്കാനുള്ള സമിതിയുടെ അധ്യക്ഷനായി നിയോഗിക്കപ്പെട്ട നേതാവാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ. വർഷം 1937. അപ്പോൾ 1937 ഗാന്ധിജിയുടെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിൻ്റെ സിലബസ് തയ്യാറാക്കാനുള്ള സമിതിൻ്റെ അധ്യക്ഷനായി നിയോഗിക്കപ്പെട്ട നേതാവാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ. ഉപ്പു സത്യാഗ്രഹ സമരം പിൻവലിക്കാൻ അല്ലെങ്കിൽ അവസാനിപ്പിക്കാൻ ഗാന്ധിജിയും ഏത് വൈസ്രോയിയുമായാണ് കരാറിലേർപ്പെട്ടത്? ഇർവിൻ പ്രഭുവും ഗാന്ധിജിയായിട്ടാണ് കരാറിലേർപ്പെട്ടത്. അപ്പോൾ ഉപ്പു സത്യാഗ്രഹ സമരം അവസാനിപ്പിക്കാൻ ഗാന്ധിജി ഇർവിൻ പ്രഭുവായിട്ടാണ് കരാറിൽ ഏർപ്പെട്ടത്. ഗാന്ധിജിയുടെ രക്തം പുരണ്ട മണ്ണ് കേരളത്തിൽ ഏത് പത്രം ഓഫീസിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്? മാതൃഭൂമി പത്രം ഓഫീസിലാണ്. അപ്പോൾ ഗാന്ധിജിയുടെ രക്തം പുരണ്ട മണ്ണ് കേരളത്തിൽ ഏത് പത്രം ഓഫീസിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്? മാതൃഭൂമി പ്രസിൻ്റെ ഓഫീസിലാണ്. മഹാത്മാഗാന്ധിയുടെ ദണ്ഡിയാത്രയെ ശ്രീരാമൻ്റെ ലങ്കയിലേക്കുള്ള പ്രയാണത്തോട് താരതമ്യപ്പെടുത്തിയത് മോത്തിലാൽ നെഹ്റുവാണ്. മഹാത്മാഗാന്ധിയുടെ ദണ്ഡിയാത്രയെ ശ്രീരാമൻ്റെ ലങ്കയിലേക്കുള്ള പ്രയാണത്തോട് താരതമ്യപ്പെടുത്തിയത് മോത്തിലാൽ നെഹ്റുവാണ്. ഗാന്ധിജി മാതാവിനെ പോലെ കണക്കാക്കിയ ഗ്രന്ഥമാണ് ഭഗവത്ഗീത. ഗാന്ധിജി മാതാവിനെ പോലെ കണക്കാക്കിയ ഗ്രന്ഥം ഏതാണ്? ഭഗവത്ഗീതയാണ്. ഗാന്ധിജി വിഭാവനം ചെയ്ത മാതൃകാ രാജ്യമാണ് രാമരാജ്യം. ഗാന്ധിജി വിഭാവനം ചെയ്ത മാതൃകാ രാജ്യമാണ് രാമരാജ്യം. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ജീവിച്ച കാലം 1893 മുതൽ 1914 വരെയാണ്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ജീവിച്ചത് 1893 മുതൽ 1914 വരെയാണ്. ഒന്നുകിൽ ഞാൻ ലക്ഷ്യം നേടി തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ ജഡം സമുദ്രത്തിന് സംഭാവന നൽകും. ഏതവസരത്തിലാണ് ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞത്? ദണ്ഡിയാത്ര തുടങ്ങുന്ന സമയത്താണ്. അപ്പം ദണ്ഡിയാത്ര തുടങ്ങുന്ന സമയത്താണ് ഗാന്ധിജി ഒന്നുകിൽ ഞാൻ ലക്ഷ്യം നേടി തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ജഡം സമുദ്രത്തിന് സംഭാവന നൽകും എന്ന് പറഞ്ഞത്. ഗാന്ധി സമാധാന സമ്മാനത്തിന് അർഹനായ ആദ്യത്തെ ഭാരതീയനാണ് ബാബ ആംതെ. ഗാന്ധി സമാധാന സമ്മാനത്തിന് അർഹനായ ആദ്യത്തെ ഭാരതീയനാണ് ബാബ ആംതെ. ഏത് വർഷമാണ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത്? 1920-ലാണ്. 1920-ലാണ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത്. ഉത്തർപ്രദേശ് ഗാന്ധി എന്നറിയപ്പെടുന്നത് പുരുഷോത്തം ദാസ് ഠാക്കൂറാണ്. ഉത്തർപ്രദേശ് ഗാന്ധി എന്നറിയപ്പെടുന്നത് പുരുഷോത്തം ദാസ് ഠാക്കൂറാണ്. ആധുനിക ഗാന്ധിയാണ് ബാബ ആംതെ. ആധുനിക ഗാന്ധി എന്നറിയപ്പെടുന്നത് ബാബ ആംതെ. ബീഹാർ ഗാന്ധി രാജേന്ദ്ര പ്രസാദ്. ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത് രാജേന്ദ്ര പ്രസാദാണ്. ഡൽഹി ഗാന്ധി സി കൃഷ്ണൻ നായരാണ്. ഡൽഹി ഗാന്ധി സി കൃഷ്ണൻ നായർ. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് IK കുമാരൻ മാസ്റ്ററാണ്. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് IK കുമാരൻ മാസ്റ്ററാണ്. കേരളം ഗാന്ധി എന്നറിയപ്പെടുന്നത് K കേളപ്പൻ. അപ്പം K കേളപ്പനാണ് കേരള ഗാന്ധി എന്ന് അറിയപ്പെടുന്നത്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ്. അമേരിക്കൻ ഗാന്ധിയാണ് മാർട്ടിൻ ലൂഥർ കിങ്. മാർട്ടിൻ ലൂഥർ കിങ് ആണ് അമേരിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നത്. ആഫ്രിക്കൻ ഗാന്ധിയാണ് കെന്നത്ത് കൗണ്ട. കെന്നത്ത് കൗണ്ടയാണ് ആഫ്രിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നത്. ആഫ്രിക്കൻ ഗാന്ധി. ശ്രീലങ്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് AT ഐരരത്നയാണ്. ഐരരത്നയാണ്
ശ്രീലങ്കൻ ഗാന്ധി. ഇന്തോനേഷ്യൻ ഗാന്ധിയാണ് അഹമ്മദ് സുകാർണോ. അപ്പം അഹമ്മദ് സുകാർണോയാണ് ഇന്തോനേഷ്യൻ ഗാന്ധി എന്നറിയപ്പെടുന്നത്. ഗാന്ധിജിയുടെ കേരള സന്ദർശനങ്ങളാണ്. 1920 ഖിലാഫത്ത് സമരത്തിൻ്റെ പ്രചരണാർത്ഥമാണ് ആദ്യമായിട്ട് ഗാന്ധിജി കേരളത്തിൽ സന്ദർശിച്ചത്. ഗാന്ധിജി ആദ്യമായിട്ട് കേരളം സന്ദർശിക്കുന്നത് 1920 ഖിലാഫത്ത് സമരത്തിൻ്റെ പ്രചരണാർത്ഥമാണ്. 1925 വൈക്കം സത്യാഗ്രഹ സമയത്ത് പരിഹാരം കാണാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ സന്ദർശനം നടത്തിയത്. അപ്പം 1925 വൈക്കം സത്യാഗ്രഹ സമയത്ത് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് രണ്ടാം സന്ദർശനം. മൂന്നാമത്തേത് 1927 ഗാന്ധിജി മൂന്നാമത് വന്നത്. കോഴിക്കോട് ഗാന്ധിജിയുടെ അധ്യക്ഷതയിൽ ഹരിജന സമ്മേളനം നടത്താൻ വേണ്ടിയിട്ടാണ് 27 വന്നത്. നാലാമത്തേത് 1934 ഹരിജൻ ഫണ്ട് പിരിക്കലായിരുന്നു ലക്ഷ്യം. ഹരിജൻ ഫണ്ട് പിരിക്കാൻ വേണ്ടി 34 വന്നു. 37 അഞ്ചാമത്തെയും അവസാനത്തെയും കേരള യാത്രയായിരുന്നു. 1937 അവസാനത്തെയും അഞ്ചാമത്തെയും കേരള യാത്ര. ഗാന്ധി വചനങ്ങൾ. സ്വന്തം ഭാഷയിൽ നാം അഭിമാനം കൊള്ളണം. അതാണ് ആദ്യത്തെ വചനം. സ്വന്തം ഭാഷയിൽ നാം അഭിമാനം കൊള്ളണം. മാതൃഭാഷയെ സ്നേഹിക്കാത്തവന് മാതൃഭൂമിയെ സ്നേഹിക്കാൻ കഴിയില്ല. മാതൃഭാഷയെ സ്നേഹിക്കാത്തവന് മാതൃഭൂമിയെ സ്നേഹിക്കാൻ കഴിയില്ല. സത്യവും അഹിംസയും എല്ലാ മതങ്ങളും ഒരുപോലെ അംഗീകരിക്കുന്ന സിദ്ധാന്തങ്ങളാണ്. സത്യവും അഹിംസയും എല്ലാ മതങ്ങളും ഒരുപോലെ അംഗീകരിക്കുന്ന സിദ്ധാന്തങ്ങളാണ്. ആത്മവിശ്വാസമാണ് സ്വരാജ്യം. ആത്മവിശ്വാസമാണ് സ്വരാജ്യം. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. അടുത്ത വചനം. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. എവിടെ സ്നേഹമുണ്ടോ അവിടെ മാത്രമേ ജീവിതമുള്ളൂ. വിദ്വേഷം എപ്പോഴും നശിപ്പിക്കുന്നതാണ്. എവിടെ സ്നേഹമുണ്ടോ അവിടെ മാത്രമേ ജീവിതമുള്ളൂ. വിദ്വേഷം എപ്പോഴും നശിപ്പിക്കുന്നതാണ്. ഉത്തമ വിശ്വാസം കൂടാതെ എന്തെങ്കിലും ചെയ്യുന്നത് ഹീനവും അസാൻമാർഗികവുമാണ്. ഉത്തമ വിശ്വാസം കൂടാതെ എന്തെങ്കിലും ചെയ്യുന്നത് ഹീനവും അസാൻമാർഗികവുമാണ്. നിങ്ങളുടെ ഭാഗധേയം നിങ്ങളിൽ തന്നെയാണ് അർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. നിങ്ങളുടെ ഭാഗധേയം നിങ്ങളിൽ തന്നെയാണ് അർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. നാം നമ്മുടെ മതത്തെ ആദരിക്കുന്നത് പോലെ മറ്റുള്ളവരുടെ മതങ്ങളെയും ആദരിക്കണം. നാം നമ്മുടെ മതങ്ങളെ ആദരിക്കുന്നത് പോലെ മറ്റുള്ളവരുടെ മതങ്ങളെയും ആദരിക്കണം. ചിന്തയേക്കാൾ വലിയ ശക്തിയില്ല. എവിടെ ചിന്ത ഉദാത്തവും പരിശുദ്ധവുമാകുന്നുവോ അവിടെ എല്ലായ്പ്പോഴും ഫലവും ഉദാത്തവും പരിശുദ്ധവുമായിരിക്കും. ചിന്തയേക്കാൾ വലിയ ശക്തിയില്ല. എവിടെ ചിന്ത ഉദാത്തവും പരിശുദ്ധവുമാവുന്നുവോ അവിടെ എല്ലായ്പ്പോഴും ഫലവും ഉദാത്തവും പരിശുദ്ധവുമായിരിക്കും. നമ്മുടെ കുറവുകളെ മനസ്സിലാക്കുക എന്നതാണ് ഏറ്റവും ഉന്നതമായ പുരോഗതി. നമ്മുടെ കുറവുകളെ മനസ്സിലാക്കുക എന്നതാണ് ഏറ്റവും ഉന്നതമായ പുരോഗതി. മനുഷ്യ ശരീരം സേവനത്തിനായുള്ള ഉപാധി മാത്രമാണ്, ഒരിക്കലും ആസക്തിക്ക് വേണ്ടിയുള്ളതല്ല. മനുഷ്യ ശരീരം സേവനത്തിനായുള്ള ഉപാധി മാത്രമാണ്, ഒരിക്കലും ആസക്തിക്ക് വേണ്ടിയുള്ളതല്ല. താങ്ക് യു.